ഹായ് എവരിവൺ, വെൽക്കം ടു എവിഎസ് അക്കാഡമി. എവിഎസ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലായ പ്രിയ സിവിൽ സ്റ്റഡി സർക്കിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റൈറ്റ്, അപ്പം നമ്മൾ സിവിൽ സർവീസിന്റെ കഴിഞ്ഞ 10 വർഷത്തെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ സബ്ജക്റ്റിന്റെ നമ്മൾ സബ്ജക്റ്റ് വൈസ് ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എക്കണോമിക്സിന്റെ ആണ് കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ എക്കണോമിക്സിന്റെ 2014-15 ചെയ്തു. 16 കുറച്ചധികം ചോദ്യങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ 2 പാർട്ടായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 2016 ഫസ്റ്റ് പാർട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡീൽ ചെയ്യുന്നത് ഇതിന്റെ സെക്കൻഡ് പാർട്ടാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ 2 പാർട്ടായിട്ട് ചെയ്യാൻ മാത്രം ക്വസ്റ്റ്യൻസ് ഒരു വർഷം ചില വർഷങ്ങളിൽ ചോദിക്കാറുണ്ട്. അപ്പം എക്കണോമിക്സ് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണ്. റൈറ്റ്, അപ്പം നമ്മൾ ക്ലാസ്സിൽ ഇത്രയും ചോദ്യങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോകാനേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ വിശദമായിട്ട് ക്ലാസ്സിൽ പറയാറുണ്ട്. ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർ ഈ നമ്പറിൽ ബന്ധപ്പെടുക, ഓഫീസിൽ ബന്ധപ്പെടുക. അപ്പോൾ അവർ വേണ്ട മെമ്പർഷിപ്പ് നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് ക്ലാസ്സുകൾ നല്ലതാണെന്ന് ഞങ്ങളുടെ ഈ ഡിസ്കഷനും ഒക്കെ കണ്ടിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഓഫീസിൽ വിളിച്ച് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം ടേബിളൊക്കെ ആയിട്ട് ഫ്ലെക്സിബിൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. ഉറപ്പായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. സിവിൽ സർവീസിന് മാത്രമല്ല നമ്മൾ KS-ന്റെ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അത് ഫൗണ്ടേഷൻ ബാച്ചുകൾക്കും ഉണ്ട്, അല്ലെങ്കിൽ എന്താണ് ഫുൾ ടൈം ആയിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം ടേബിളൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന തരത്തിൽ ഓൺലൈനായിട്ട് ക്ലാസ്സുകൾ നമുക്ക് ഏത് സമയത്ത് ജോയിൻ ചെയ്താലും അത്ര നാളുള്ള ക്ലാസ്സുകൾ റെക്കോർഡഡ് ആയിട്ടും അല്ലാത്തത് ലൈവായിട്ടും ജോയിൻ ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഈ നമ്പറിൽ ഓഫീസിൽ ബന്ധപ്പെട്ടാൽ മതി. ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് 10 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പം ഇന്ന് നമുക്ക് 11ാമത്തെ ക്വസ്റ്റ്യൻസ് തൊട്ട് നോക്കി തുടങ്ങാം. 2016 ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ആദ്യത്തെ ചോദ്യം, why does the government of India promote the use of neem coated urea in agriculture? നീം കോട്ടഡ് യൂറിയനെ കുറിച്ചാണ് ചോദ്യം. എന്താണ് യൂറിയ എന്ന് നമുക്കറിയാം. യൂറിയ എന്ന് പറയുന്നത് ഒരു നൈട്രജൻ ബേസ്ഡ് ഫെർട്ടിലൈസർ ആണ്. അതിന് എന്തിനാണ് നീം കോട്ട് ചെയ്യുന്നതെന്നാണ് ചോദ്യം. ഓക്കെ, ഓപ്ഷൻ എ, റിലീസ് ഓഫ് നീം ഓയിൽ ഇൻ ദ സോയിൽ ഇൻക്രീസസ് നൈട്രജൻ ഫിക്സേഷൻ ബൈ ദ സോയിൽ മൈക്രോ ഓർഗാനിസം. ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത് നൈട്രജൻ ഫിക്സേഷനെ കുറിച്ചാണ്. ആക്ച്വലി യൂറിയ എന്ന് പറഞ്ഞാൽ എന്താണ്? യൂറിയ ആക്ച്വലി 49% ഒരു നൈട്രജൻ കണ്ടന്റ് ഉള്ള ഒരു നൈട്രജൻ ബേസ്ഡ് ഫെർട്ടിലൈസർ ആണ്. ഓക്കെ, പക്ഷെ നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അറ്റ്മോസ്ഫിയറിക് ഓക്സിജനെ ഈ പ്ലാന്റ്സിന് അബ്സോർവ് ചെയ്യാൻ പാകത്തിലേക്ക് മാറ്റുന്ന പ്രക്രിയയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, യൂറിയ നമ്മൾ നേരിട്ട് സോയിലേക്ക് കൊടുക്കുമ്പോൾ അങ്ങനെ ഒരു നൈട്രജൻ ഫിക്സേഷന്റെ ആവശ്യമുണ്ടോ? ഇല്ല. കാരണം എന്താ? നൈട്രജൻ ഫിക്സേഷൻ വേണ്ടത് അറ്റ്മോസ്ഫിയറിക്, അതായത് ഗേഷ്യസ് ഫോമിലുള്ള നൈട്രജന്റെ ആണ് നമുക്ക് എന്ത് ആവശ്യമുള്ളത്? ഈ മൈക്രോ ഓർഗാനിസംസ് വെച്ചിട്ട് നൈട്രജൻ ഫിക്സേഷൻ നടത്തേണ്ടി വരുന്നത്. അത് നാച്ചുറൽ ആയിട്ട് നടക്കുന്ന ഒരു പ്രക്രിയയാണ്. ഇപ്പം റൈസോബിയം പോലുള്ള ബാക്ടീരിയസ് ഒക്കെയാണ് അത് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നേരിട്ട് യൂറിയ വഴി നൈട്രജൻ സോയിലിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്തിന്റെ ആവശ്യം വരുന്നില്ല? നൈട്രജൻ ഫിക്സേഷന്റെ ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പൊ രണ്ടാമത്തേത്, നീം കോട്ടിംഗ് സ്ലോസ് ഡൗൺ റേറ്റ് ഓഫ് ഡെസൊല്യൂഷൻ ഓഫ് യൂറിയ ഇൻ ദ സോയിൽ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? നീം കോട്ടിംഗ് എന്ന് പറയുന്നത് ഈ യൂറിയ നമ്മൾ കൊടുക്കുന്ന യൂറിയ ഫെർട്ടിലൈസർ അതിന്റെ ഡിസൊല്യൂഷന്റെ റേറ്റിനെ കുറയ്ക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഈ ഡിസൊല്യൂഷന്റെ റേറ്റിനെ കുറയ്ക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ശരിയാണ്, ഡിസൊല്യൂഷന്റെ റേറ്റിനെ കുറയ്ക്കുന്നത്. കാരണം എന്താ? യൂറിയക്ക് മുകളിൽ നീമിന്റെ ഒരു കോട്ടിങ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ പ്ലാന്റ്സിന് അബ്സോർബ് ചെയ്യാൻ പാകത്തിൽ ഈ യൂറിയയുടെ ഒരു ബ്രേക്ക് ഡൗൺ നടക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ഈ കോട്ടിങ് മാറണം. ഓക്കെ, അപ്പൊ കോട്ടിങ് മാറാൻ സമയം എടുക്കുന്നതുകൊണ്ട് തന്നെ ഈ ഡിസൊല്യൂഷൻ റേറ്റ് വളരെ സ്ലോ ആയിരിക്കും. ഓക്കെ, സ്ലോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ശരിയാണ്. ഓപ്ഷൻ സി എന്തുകൊണ്ടാണ് തെറ്റെന്ന് നോക്കാം. നൈട്രസ് ഓക്സൈഡ് വിച്ച് ഇസ് എ ഗ്രീൻ ഹൗസ് ഗ്യാസ് ഇസ് നോട്ട് അറ്റ് ഓൾ റിലീസ്ഡ് ഇൻ ടു അറ്റ്മോസ്ഫിയർ ബൈ ക്രോപ്പ് ഫീൽഡ്സ്. നൈട്രസ് ഓക്സൈഡ് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്? ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ശരിയാണ്. നൈട്രസ് ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് തന്നെയാണ്. അത് എന്ത് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്? നോട്ട് അറ്റ് ഓൾ റിലീസ്ഡ്
ഇൻടു അറ്റ്മോസ്ഫിയർ ബൈ ക്രോപ്പ് ഫീൽഡ്. അതായത് ക്രോപ്പ് ഫീൽഡിൽ നമ്മൾ നീം കോട്ടഡ് യൂറിയാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നൈട്രസ് ഓക്സൈഡ് എന്ന് പറയുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസ് അത് റിലീസ് ചെയ്യുന്നേ ഇല്ല എന്നാണ് ഈ ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റാണ്. നൈട്രസ് ഓക്സൈഡ് എന്ന് പറയുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസ് നമ്മൾ യൂറിയ അപ്ലൈ ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്നുണ്ട്. അത് എന്താണ് യൂറിയ വാട്ടറും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഹൈഡ്രോളിസിസ് നടക്കുമ്പോഴാണ് ഈ നൈട്രസ് ഓക്സൈഡ് ഒക്കെ റിലീസ് ആവുന്നത്. ഓക്കെ, അത് റിലീസ് ആവുന്നുണ്ട്, നൈട്രസ് ഓക്സൈഡ് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ മുമ്പത്തെ ഓപ്ഷനിൽ പറഞ്ഞു ഇതിന്റെ ഡിസൊല്യൂഷൻ റേറ്റ് ഈ കോട്ടിംഗ് ഉള്ളതുകൊണ്ട് കുറവായിരിക്കും. ഓക്കെ, അതായത് പ്ലാന്റിന് അബ്സോർബ് ചെയ്യാൻ പാകത്തിനുള്ള റേറ്റിൽ ഈ യൂറിയയുടെ ഒരു ബ്രേക്ക് ഡൗൺ നടക്കത്തുള്ളൂ. അപ്പൊ ഈ ബ്രേക്ക് ഡൗൺ നടക്കുന്നതനുസരിച്ച് മാത്രമേ ഈ നൈട്രസ് ഓക്സൈഡ് റിലീസ് ആവുന്നുള്ളൂ. ഓക്കെ, ഈ കോട്ടിംഗ് ഉള്ളത് കൊണ്ട്. അപ്പോൾ എന്താണ് ഈ നൈട്രസ് ഓക്സൈഡ് റിലീസ് ചെയ്യുന്നതിന്റെ അളവ് സാധാരണ യൂറിയ അപ്ലൈ ചെയ്യുന്നതിനേക്കാളും ഈ കോട്ടിംഗ് ഉള്ള യൂറിയ അപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ റിലീസ് റേറ്റ് കുറവായിരിക്കും. പക്ഷെ നോട്ട് അറ്റ് ഓൾ എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം ഈ ബ്രേക്ക് ഡൗൺ നടക്കുന്ന യൂറിയ മുഴുവനായിട്ടും ഏതായാലും പ്ലാന്റ്സിന് അബ്സോർവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ആ റേറ്റിൽ കുറച്ച് വ്യത്യാസം വരും. എന്തായാലും കുറച്ച് നൈട്രസ് ഓക്സൈഡ് അതുകൊണ്ട് അവിടെ റിലീസ് ആവും. അപ്പൊ നോട്ട് അറ്റ് ഓൾ എന്ന് നമ്മുടെ ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഈ ഓപ്ഷൻ തെറ്റാണ്. ഓപ്ഷൻ ഡി, ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് വീഡിസൈഡ് ആൻഡ് ഫെർട്ടിലൈസർ ഫോർ പർട്ടിക്കുലർ ക്രോപ്സ്. ഓക്കെ, എന്താ പറഞ്ഞിരിക്കുന്നത്? വീഡിസൈഡ് ഫെർട്ടിലൈസറും കൂടെ ചേർന്നിരിക്കുന്ന ഒരു കോമ്പിനേഷൻ ആണ് നീം കോട്ടഡ് യൂറിയ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം നീം എന്ന് പറയുന്നത് പെസ്റ്റിസൈഡ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്, പക്ഷെ വീഡിസൈഡ് ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കാറില്ല. ഓക്കെ, അതുകൊണ്ട് ഈ ഓപ്ഷൻ തെറ്റാണ്. പിന്നെ വീഡിസൈഡും ഫെർട്ടിലൈസറും കൂടെ ചേർന്ന കോമ്പിനേഷൻസ് ഒക്കെ ഉണ്ട്. അത് ചില ക്രോപ്സ് ഒക്കെ ചില വീഡിസൈഡിനോട് ഒരു ടോളറൻസ് കാണിക്കും. ഓക്കെ, അപ്പൊ അത് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ പർട്ടിക്കുലർ പ്ലാന്റിന്, അതായത് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന പ്ലാന്റിന് അത് ഫെർട്ടിലൈസർ ആയിട്ടും അബ്സോർവ് ചെയ്യാൻ പറ്റും. അതിന്റെ ചുറ്റുമുള്ള വീഡ്സിന് എന്ത് ചെയ്യാൻ പറ്റും? അത് വീഡിസൈഡ് ആയിട്ടും ആയിരിക്കും അത് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ആ വീഡ്സ് എല്ലാം നശിക്കുകയും ഈ പർട്ടിക്കുലർ പ്ലാന്റിന് മാത്രം അത് അതിനുള്ളിൽ നിന്ന് ഫെർട്ടിലൈസർ അബ്സോർവ് ചെയ്യാനായിട്ട് എടുക്കാൻ പറ്റും. പക്ഷെ ഈ നീം കോട്ടഡ് യൂറിയ അതിനൊരു ഉദാഹരണമല്ല. ഓക്കെ, കാരണം അത് നീം കോട്ടഡ് യൂറിയ നമുക്ക് പെസ്റ്റിസൈഡ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, നീം നമ്മൾ പെസ്റ്റിസൈഡ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം നീം കോട്ടഡ് യൂറിയ ഒരു ഫെർട്ടിലൈസർ ആയിട്ട് മാത്രമേ അവിടെ പ്രവർത്തിക്കുന്നുള്ളൂ. അതിന് വീഡിസൈഡിന്റെ പ്രോപ്പർട്ടി ഉണ്ടായിരിക്കത്തില്ല. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി തെറ്റാണ്. നമ്മൾ കണ്ട ഓപ്ഷൻ ബി മാത്രമാണ് ശരിയായിട്ട് വരുന്നത്. നീം കോട്ടിംഗ് സ്ലോസ് ഡൗൺ ദ റേറ്റ് ഓഫ് ഡെസൊല്യൂഷൻ ഓഫ് യൂറിയ ഇൻ ദ സോയിൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. With reference to Pradhan Mantri Fasal Bima Yojana, consider the following statements. ഫസൽ ബീമ യോജനയെ കുറിച്ചാണ് ചോദ്യം. ഫസൽ ബീമ യോജന എന്താണ്? ഫസൽ ബീമ യോജന അത് ഒരു ഇൻഷുറൻസ് സ്കീമാണ്. ഓക്കെ, അതിനെക്കുറിച്ച് എന്താ സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നത്? അണ്ടർ ദിസ് സ്കീം ഫാർമേഴ്സ് വിൽ ഹാവ് ടു പേ യൂണിഫോം പ്രീമിയം ഓഫ് 2% ഫോർ എനി ക്രോപ്പ് ദേ കൾട്ടിവേറ്റ് ഇൻ എനി സീസൺ ഓഫ് ദിസ് ഇയർ. ഓക്കെ, അതായത് ഏത് സീസണിൽ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്താലും, ഏത് ക്രോപ്പ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്താലും അവിടെ കൊടുക്കേണ്ടത് 2% പ്രീമിയം ആയിരിക്കും. ഈ ഫസൽ ബീമ യോജന എന്ന് പറയുന്ന ഇൻഷുറൻസിൽ നമ്മൾ ആ പ്രീമിയം ആയിട്ട് അടക്കേണ്ടതെന്നാണ് സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നത്. അത് ശരിയാണോ? അല്ല, അത് തെറ്റാണ്. കാരണം നമുക്കറിയാം പല സീസൺ ഉണ്ട്. അപ്പം ഓരോ സീസണിലും ചെയ്യേണ്ടതിനും ഓരോ പ്രീമിയം ആണ്. ഓക്കെ, ഇപ്പം ഖാരിഫിനാണ് 2% വരുന്നത്. ഇപ്പൊ റാബിക്ക് 1.5% വരും. ഇപ്പൊ കൊമേഴ്ഷ്യൽ ക്രോപ്പ് ആണെങ്കിൽ അതിന് കുറച്ചുകൂടെ കൂടുതൽ 5% ഒക്കെ വരും. ഓക്കെ, യൂണിഫോം പ്രീമിയം എന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. റൈറ്റ്, അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് മനസ്സിലായി. ഇനി രണ്ടാമത്തേത്, ദി സ്കീം കവേഴ്സ് പോസ്റ്റ് ഹാർവസ്റ്റ് ലോസസ് അറൈസിംഗ് ഔട്ട് ഓഫ് സൈക്ലോൺസ് ആൻഡ് അൺസീസണൽ റെയിൻസ്. എന്താ പറഞ്ഞിരിക്കുന്നത്? പോസ്റ്റ് ഹാർവസ്റ്റ് ലോസിന്റെയും കൂടെ ഈ ഇൻഷുറൻസ് സ്കീമിൽ കവർ ചെയ്യുന്നുണ്ടെന്നാണ്. കവർ ചെയ്യുന്നുണ്ടോ? യഥാർത്ഥത്തിൽ കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് ഫസൽ ബീമ യോജനയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിപ്പം എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നത്, കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഡിസ്കഷന്റെ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു, ഇപ്പം എന്താണ് ഹൈ വോളിയം ലോ വാല്യൂ ക്രോപ്പ്, ലോ വാല്യൂ ഹൈ വോളിയം ക്രോപ്പിനെ കുറിച്ചൊക്കെ പറഞ്ഞത്. ഇപ്പം റൈസ്, വീറ്റ് അങ്ങനെയുള്ള ബൾക്കായിട്ട് ഹാർവസ്റ്റ് നടത്തേണ്ടി വരുന്ന ക്രോപ്പിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഹാർവസ്റ്റ് ചെയ്തിട്ട് പെട്ടെന്നൊരു അൺസീസണൽ റെയിൻ ഉണ്ടായി, അതായത് പ്രതീക്ഷിക്കാത്ത സമയത്ത് മഴയുണ്ടായി. ഹാർവസ്റ്റ് ചെയ്ത് കൂട്ടിയിരിക്കുന്ന സാധനങ്ങളെല്ലാം പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റുക എന്നൊക്കെ പറയുന്നത് എന്താണ് ചിലപ്പോൾ പോസിബിൾ ആണോന്നില്ല.
ഓക്കെ, അങ്ങനെ നമ്മൾ ഹാർവസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് പോസ്റ്റ് ഹാർവസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു 14 ദിവസം വരെ ഇതിന്റെ കവറേജ് ഉണ്ടാവും, ഇൻഷുറൻസിന്റെ കവറേജ് നമുക്കുണ്ടാവും. ഈ 14 നമ്മൾ ഹാർവസ്റ്റ് കഴിഞ്ഞിട്ടും 14 ദിവസം വരെയുള്ള സമയത്തിനുള്ളിൽ നടക്കുന്ന എന്ത് അൺസീസണൽ റെയിൻ ആണെങ്കിലും സൈക്ലോൺ ആണെങ്കിലും അങ്ങനെയുള്ള എന്താ അൺഫോർസീൻ നാച്ചുറൽ കലാമിറ്റീസ് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇൻഷുറൻസിന്റെ കവറേജ് അവിടെ ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, 14 ദിവസം വരെ. ഓക്കെ, അപ്പൊ അങ്ങനെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അതിന്റെ ഓപ്ഷൻ എന്താ തന്നിരിക്കുന്നത്? 2 ഓൺലി. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, രണ്ടാമത്തേത് മാത്രമാണ് ശരിയായിട്ട് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റീസെന്റ് India's first national investment and manufacturing zone was proposed to be set up in, അതായത് 2016 ചോദ്യമാണെന്ന് ഓർക്കണേ. റീസെന്റ് എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ഈ വർഷം 2016 കറണ്ട് അഫയർ ആണിത്. ഓക്കെ, എന്താ ചോദ്യം എന്താണ്? നാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് മാനുഫാക്ചറിംഗ് സോൺ. നാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് മാനുഫാക്ചറിംഗ് സോൺ ആദ്യമായിട്ട് സെറ്റപ്പ് ചെയ്ത് എവിടെയാണെന്നാണ്. ഓക്കെ, ആക്ച്വലി ഇതിന്റെ ഒരു പോളിസി വരുന്നത് 2011 വരുന്നുണ്ട്. പക്ഷെ അത് ആദ്യത്തെ എസ്റ്റാബ്ലിഷ്മെന്റ് നടക്കുന്നത് 2015-16 ആ റേഞ്ചിലാണ്, ആ സമയത്താണ്. ഓക്കെ, അപ്പൊ അത് ആദ്യം ആയിട്ട് എവിടെയാണ് സെറ്റപ്പ് ചെയ്തതെന്നാണ് ചോദ്യം. നമുക്കറിയാം യൂഷ്വലി ഇങ്ങനത്തെ എന്താണ് ടിപ്പിക്കൽ ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് ഒന്നും UPSC സാധാരണഗതി ചോദിക്കാറില്ല. പക്ഷെ 2016 അങ്ങനത്തെ ചോദ്യം വന്നു. ഓക്കെ, അങ്ങനെ വന്നാലും PSC കൂടുതലായിട്ടും ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കുറവാണ് വരുന്നത്, പക്ഷെ അങ്ങനെ ചോദിച്ചിട്ടുണ്ടല്ലോ. അപ്പം അത് നമുക്ക് നോക്കാം. അതിന്റെ ആൻസർ ഗുജറാത്തിലാണ്. ഓക്കെ, ഗുജറാത്തിലാണ് ആദ്യത്തെ നാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് മാനുഫാക്ചറിംഗ് സോൺ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, ഈ നാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് മാനുഫാക്ചറിംഗ് സോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം സ്പെഷ്യൽ ഇക്കണോമിക് സോൺ ആയിട്ടൊന്നും കൺഫ്യൂസ്ഡ് ആവരുത്. സ്പെഷ്യൽ ഇക്കണോമിക് സോൺ എന്ന് പറഞ്ഞാൽ അത് എന്താ കുറച്ചുകൂടെ ചെറുതായിരിക്കും. ഇത് കുറെക്കൂടെ ഒരു ലാർജ് ഏരിയയിലായിരിക്കും ഇതിന്റെ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് നടക്കുക. ഇവിടെ കൂടുതലായിട്ട് നമ്മൾ നോക്കുന്നത് എന്താണ്? ഈ മാനുഫാക്ചറിംഗ് തന്നെയാണ്. അതായത് ഇപ്പം ഇത് കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ ഇപ്പം 2022 ആകുമ്പോഴത്തേനും 2 വർഷം മുമ്പ് ആയിരുന്നു ഇതിന്റെ ടാർഗറ്റ് ഇയർ എന്ന് പറയുന്നത്. അപ്പൊ ആ സമയമാകുമ്പോഴത്തേനും നമ്മുടെ മാനുഫാക്ചറിംഗ് സെക്ടറിന്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് GDP-യിലേക്ക് അതിന്റെ 25% വരെ ആക്കുക എന്നതായിരുന്നു ഇതിന്റെ ടാർഗറ്റ്. ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ല. പക്ഷെ വീണ്ടും ഈ എന്താണ് ഈ നാഷണൽ ഇൻവെസ്റ്റ്മെന്റ് മാനുഫാക്ചറിംഗ് സോണുകൾ വേറെയും സ്റ്റേറ്റുകളിൽ നമ്മൾ പിന്നെയും എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, UP-യിലും ആന്ധ്രാപ്രദേശിലും മഹാരാഷ്ട്രയിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ട് വരുന്നത് ഗുജറാത്തിലാണ്. ഓക്കെ, നമുക്ക് അറിയാം ഇന്ത്യ എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു അഗ്രികൾച്ചർ സ്റ്റേറ്റ് ആണ്. അങ്ങനെയുള്ള സ്റ്റേറ്റ് ആയതുകൊണ്ട് എന്ത് ചെയ്യണം? നമുക്ക് ഇൻഡസ്ട്രിയൽ ഒരു എക്കോണമി ആയിട്ട് മാറണമെങ്കിൽ എന്ത് ചെയ്യണം? അത് ഇൻഡസ്ട്രിയൽ സെക്ടറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പോണന്റ് ആയിട്ടുള്ള മാനുഫാക്ചറിംഗ് സെക്ടറിന്റെ കോൺട്രിബ്യൂഷൻ ഉയർത്താന്നുള്ള ഒരു ഉദ്ദേശത്തിലൊക്കെയാണ് എന്താണ് ഈ നാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് മാനുഫാക്ചറിംഗ് സോൺ കൊണ്ടുവരുന്നത്. ഓക്കെ, അത് ആദ്യമായിട്ട് എവിടെയാണ് ഇംപ്ലിമെന്റ് ചെയ്തതെന്നുള്ളതാണ് ചോദ്യം. അത് ഗുജറാത്തിലാണ് അങ്ങനത്തെ ആദ്യത്തെ സോൺ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിത്ത് റെഫറൻസ് ടു പ്രീ പാക്കേജ്ഡ് ഐറ്റംസ് ഇൻ ഇന്ത്യ, ഇറ്റ് ഇസ് മാൻഡേറ്ററി ടു ദ മാനുഫാക്ചറർ to put which of the following information on the main label as per the Food Safety and Standards Packaging and Labeling Regulations 2011? എന്താണ് ചോദ്യം? ഈ പറഞ്ഞിരിക്കുന്ന റെഗുലേഷൻസ് പ്രകാരം താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെ ഇൻഫർമേഷൻസ് ആണ് ഒരു പ്രീ പാക്കേജ്ഡ് ഐറ്റം, അതായത് ഒരു പാക്കറ്റ് ഐറ്റത്തിൽ ഇന്ത്യയിൽ അതിന്റെ മാനുഫാക്ചറർ കാണിക്കേണ്ടതെന്നാണ് ചോദ്യം. പാക്കറ്റ് ഐറ്റംസിന്റെ പാക്കറ്റിന് വെളിയിൽ നമ്മൾ ഇതിപ്പോ ഒരു ഈസി ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ യൂഷ്വലി എപ്പോഴെങ്കിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മളൊരു പാക്കറ്റ് ഫുഡ് എന്തെങ്കിലും വാങ്ങിയിട്ട് അതിൻ്റെ അകത്തുള്ള എന്തൊക്കെയാണ് അതിന്റെ പുറത്ത് എഴുതിയിരിക്കുന്നത്, ലേബൽ ചെയ്തിരിക്കുന്നത്. എപ്പോഴെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ ഫുഡ് ഐറ്റം വാങ്ങി കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കുറച്ചൊക്കെ ഒരു ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ഉറപ്പായിട്ടും അത് ശ്രദ്ധിക്കുന്നവരായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ തന്നെ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ശ്രദ്ധിക്കേണ്ട വന്നിട്ടുണ്ടായിരിക്കാം. ഓക്കെ, ഇപ്പം എന്താണ് നീം കോട്ടഡ് യൂറിയയുടെ ഒക്കെ ഒരു ഓപ്ഷൻസ് പറയുന്നത് ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ടുള്ളതായിരുന്നു. ഓക്കെ, പക്ഷെ ഇതൊരു നമ്മളിപ്പോഴും ചിലപ്പോഴെങ്കിലൊക്കെ നോട്ടീസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതിന്റെ എന്തൊക്കെയാണ് ഓപ്ഷൻ തന്നിരിക്കുന്നത് നോക്കാം. ഒന്നാമത്തേത് ലിസ്റ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ് ഇൻക്ലൂഡിങ് അഡിറ്റീവ്സ്, അതായത് ഒരു പാക്കറ്റ് ഐറ്റംസിന്റെ പുറത്ത് എന്തൊക്കെ ലേബൽ ചെയ്തിട്ടുണ്ടാവുന്നതാണ്. റൈറ്റ്, അപ്പം എന്താണ് ഇൻഗ്രീഡിയൻസ് അത് ചെയ്തിട്ടുണ്ടാവുമല്ലോ, കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ അകത്ത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ടെന്ന് ഈ പാക്കറ്റ് ഐറ്റംസിന്റെ പുറത്ത് എഴുതണം. റൈറ്റ്, ഈ അഡിറ്റീവ്സ് ഇൻഗ്രീഡിയൻസ്
അഡിറ്റീവ്സ് ഉൾപ്പെടെയുള്ള ഇൻഗ്രീഡിയൻസ് അതിന്റെ പുറത്ത് ലേബൽ ചെയ്തിരിക്കണം. എന്താണ് അഡിറ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇപ്പോൾ അതിന്റെ സ്വീറ്റ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കളർ കൂട്ടാൻ വേണ്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർക്കുന്നതാണ് നമ്മൾ അഡിറ്റീവ് എന്ന് പറയുന്നത്. ഇപ്പോൾ അതിന്റെ ടെക്സ്ചർ ഒന്ന് മാറ്റി കുറെ കൂടെ ഒന്ന് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട്, കുറെ കൂടെ ഒന്ന് തിക്ക് ആക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്തെങ്കിലും ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ അഡിറ്റീവ്സ് എന്ന് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും അഡിറ്റീവ്സ് ചേർത്തിട്ടുണ്ടെങ്കിൽ അത് ലേബിൾ ചെയ്തിട്ടുണ്ട്. അപ്പം സ്വീറ്റ്നെസ് അതൊക്കെ സാധാരണ നമ്മൾ ഈ പുറത്തെ ലേബിളിൽ വായിച്ചിട്ടുണ്ടാവുന്നതാണ്. അപ്പം അങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസിന്റെ പേര് കണ്ടിട്ടുണ്ട്. ഇനി രണ്ടാമത്തേത് ന്യൂട്രീഷൻ ഇൻഫർമേഷൻ ഉറപ്പായിട്ടും ഉണ്ട്. എന്താണ് ഇപ്പം കലോറി ഇത്ര പെർസെന്റേജ്, എനർജി ഇത്ര പെർസെന്റേജ്, ഇപ്പൊ കാർബോഹൈഡ്രേറ്റ് ഇത്ര പെർസെന്റേജ്, ഫാറ്റ് ഇത്ര പെർസെന്റേജ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പാക്കറ്റ് ഐറ്റംസിന്റെ പുറത്ത് കണ്ടിട്ടുള്ളതല്ല. അപ്പൊ ന്യൂട്രീഷൻ ഇൻഫർമേഷൻ എന്ന് പറയുന്ന ആ സംഗതിയാണ്. ആ ഇൻഫർമേഷൻ നമുക്ക് ഈ പാക്കറ്റിൽ നിന്ന് ഉറപ്പായിട്ടും ലേബൽ ചെയ്തിരിക്കണം. ഇനി മൂന്നാമത്തേത് റെക്കമെൻഡേഷൻസ് ഇഫ് എനി മെയ്ഡ് ബൈ ദ മെഡിക്കൽ പ്രൊഫഷൻ അബൌട്ട് ദ പോസിബിലിറ്റി ഓഫ് എനി അലർജിക് റിയാക്ഷൻ. അതായത് എന്തെങ്കിലും അലർജിക് റിയാക്ഷൻസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ എന്ന് ഒരു മെഡിക്കൽ പ്രൊഫഷൻ സർട്ടിഫൈ ചെയ്തിട്ടുണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു ഇൻഫർമേഷൻ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഇല്ല. കാരണം എന്താ? അങ്ങനെ ഒരു ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല. കാരണം ഈ അലർജിക് റിയാക്ഷൻ എന്ന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വലിനും സെയിം സംഗതികളോട് ആയിരിക്കണമെന്നില്ല. ഓക്കെ, ഒരു ഇൻഡിവിജ്വലിന് അലർജി ഉള്ള എന്തെങ്കിലും കമ്പോണന്റ് ബാക്കി ഇൻഡിവിജ്വൽസിന് എന്താ അലർജി ഉണ്ടാക്കണമെന്ന് നിർബന്ധമില്ല. അപ്പൊ നമുക്കത് യൂണിഫോമായിട്ട് പറയാൻ പറ്റത്തില്ലാത്തത് കൊണ്ട് ഈ അലർജിക് റിയാക്ഷൻസിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ കൊടുക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്നില്ല. ഓക്കെ, ഇനി നാലാമത്തേത് വെജിറ്റേറിയൻ ഓർ നോൺ വെജിറ്റേറിയൻ. അതായത് ഈ പാക്കറ്റ് ഐറ്റം വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ എന്നാണ് അങ്ങനെ ലേബൽ ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദ്യം. അത് ഉറപ്പായിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഒരു ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് അതൊരു എന്താ ഒരു പർട്ടിക്കുലർ സിമ്പിൾ വെച്ചിട്ട് ഇപ്പം ഗ്രീൻ കളറിൽ ഒരു ബോക്സ് വെച്ചിട്ടൊക്കെയാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്കറിയാം. അപ്പൊ നമ്മുടെ ഓപ്ഷൻ വന്നിരിക്കുന്നത് ഏതാണ്? ഒന്നാമത്തേത് ശരിയാണ്, രണ്ടാമത്തേത് ശരിയാണ്, നാലാമത്തേത് ശരിയാണ്. അങ്ങനെയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് 1, 2, 4. അപ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ദ ടേം ഇമ്പോർട്ട് കവർ സംടൈംസ് ഇൻ ഇന്ത്യൻ ന്യൂസ്. ഇമ്പോർട്ട് കവറിനെ കുറിച്ചാണ്. ഇമ്പോർട്ട് കവർ അതിനെ കുറിച്ചാണ് ചോദ്യം. ഓപ്ഷൻ എ, ഇറ്റ് ഇസ് ദ റേഷ്യോ ഓഫ് ദ വാല്യൂ ഓഫ് ഇമ്പോർട്ട്സ് ടു ദി GDP ഓഫ് എ കൺട്രി. ഇറ്റ് ഇസ് ദ റേഷ്യോ ഓഫ് ദ വാല്യൂ ഓഫ് ഇമ്പോർട്ട്സ് ടു ദി GDP ഓഫ് എ കൺട്രി. അതായത് ഇമ്പോർട്ട് ടു GDP റേഷ്യോ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഇമ്പോർട്ട് കവർ എന്നാണ് ഈ ഒന്നാമത്തെ ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റാണ്. രണ്ടാമത്തേത്, ഇറ്റ് ഇസ് ദ ടോട്ടൽ വാല്യൂ ഓഫ് ഇമ്പോർട്ട്സ് ഓഫ് എ കൺട്രി. അതായത് ഇമ്പോർട്ടിന്റെ ടോട്ടൽ വാല്യൂ ആണ് ഇമ്പോർട്ട് കവർ എന്നാണ് ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അതും തെറ്റാണ്. മൂന്നാമത്തത്, ഇറ്റ് ഇസ് ദ റേഷ്യോ ബിറ്റ്വീൻ ദ വാല്യൂ ഓഫ് എക്സ്പോർട്സ് ആൻഡ് ദാറ്റ് ഓഫ് ഇമ്പോർട്ട്സ് ബിറ്റ്വീൻ 2 കൺട്രീസ്. അതായത് രണ്ട് രാജ്യങ്ങളെ മാത്രം എടുത്തിട്ട് ആ രാജ്യങ്ങൾ തമ്മിലുള്ള എക്സ്പോർട്ടും ഇമ്പോർട്ടും തമ്മിലുള്ള റേഷ്യോ, എക്സ്പോർട്ടും ഇമ്പോർട്ടും തമ്മിലുള്ള റേഷ്യോക്കാണ് നമ്മൾ ഇമ്പോർട്ട് കവർ എന്ന് പറയുന്നതാണ് ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? ഈ ഓരോ രാജ്യമായിട്ട് നമുക്കപ്പോൾ ഓരോ ഇമ്പോർട്ട് കവർ ആയിരിക്കും. അങ്ങനെ ഏതായാലും വരത്തില്ല. ഒരു രാജ്യത്തിന് ഒറ്റ ഇമ്പോർട്ട് കവറേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പം ബിറ്റ്വീൻ 2 കൺട്രീസ് എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് എന്താ, ഓരോ രാജ്യത്ത് ട്രേഡ് ചെയ്യുമ്പോഴും നമ്മുടെ ഇമ്പോർട്ട് കവർ എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് ഈ ഓപ്ഷനും തെറ്റാണ്. റൈറ്റ്. ഇനി അപ്പൊ നാലാമത്തെ ഓപ്ഷനാണ് ശരിയെന്ന് മനസ്സിലായി. എന്താ നോക്കാം. ഇറ്റ് ഇസ് ദ നമ്പർ ഓഫ് ഇമ്പോർട്ട്സ് ദാറ്റ് കുഡ് ബി പെയ്ഡ് ഫോർ ബൈ എ കൺട്രീസ് ഇന്റർനാഷണൽ റിസർവ്സ്. അതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇറ്റ് ഇസ് ദ നമ്പർ ഓഫ് ഇമ്പോർട്ട്സ് ദാറ്റ് കുഡ് ബി പെയ്ഡ് ഫോർ ബൈ എ കൺട്രീസ് ഇന്റർനാഷണൽ റിസർവ്. ഇന്റർനാഷണൽ റിസർവ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിന് തന്നെയാണ്, ഫോറക്സിന് തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇന്റർനാഷണൽ റിസർവ് എന്ന് പറയുന്നത്. ഈ നമ്മളൊരു ഇന്റർനാഷണൽ ട്രേഡിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ പേ ചെയ്യേണ്ടത് എന്തിലാണ്? ഒരു ഇന്റർനാഷണൽ കറൻസിയിലായിരിക്കണം. യൂഷ്വലി അത് ഡോളറിലാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ട്രേഡ് നടത്താൻ വേണ്ടിയിട്ട് ഓരോ രാജ്യത്തിനും ഒരു ബാക്കപ്പ് ആയിട്ട് ഒരു ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഉണ്ട്. ഓക്കെ, അപ്പം IMF-ന്റെ ഒക്കെ മാൻഡേറ്റ് പ്രകാരം ഒരു 3 മാസത്തെ ഇമ്പോർട്ട് കവറിനുള്ള 3 മാസത്തെ സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഓരോ രാജ്യത്തിനും ഉണ്ടായിരിക്കണം എന്നൊക്കെയാണ് IMF-ന്റെ മാൻഡേറ്റ് ഒക്കെ പറയുന്നത്. ഓക്കെ, അപ്പം ആ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് വെച്ചിട്ട് എത്ര മാസത്തെ ഇമ്പോർട്ട് നമുക്ക് നടത്താനായിട്ട് സാധിക്കും എന്നതിനെയാണ് നമ്മൾ ഒരു രാജ്യത്തിന്റെ ഇമ്പോർട്ട് കവർ ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് IMF-ന്റെ മാൻഡേറ്റ് എത്രയാണ്? 3 മാസമാണ്. 3 മാസത്തെ സാധനങ്ങൾ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ട് കവർ ഓരോ രാജ്യത്തിനും ഉണ്ടായിരിക്കണം എന്നാണ്. എങ്കിലും ആ രാജ്യത്തെ ഒരു ഫിനാൻഷ്യൽ സ്റ്റേബിൾ ആയിട്ടുള്ള കണ്ടീഷനിൽ കാണാൻ പറ്റത്തുള്ളൂ എന്നാണ് IMF പറയുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ വരുന്നത് ഇമ്പോർട്ട് കവർ എന്ന് പറയുന്നത് ഡെഫിനേഷൻ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ,
ഇനി 16th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഓർ ആർ ദ പർപ്പസ് ഓഫ് ദ മാർജിനൽ കോസ്റ്റ് ഓഫ് ഫണ്ട്സ് ബേസ്ഡ് ലെൻഡിംഗ് റേറ്റ് ഓർ MCLR അനൗൺസ്ഡ് ബൈ RBI? അതായത് RBI അനൗൺസ് ചെയ്ത MCLR എന്ന് പറയുന്ന സ്കീമിനെ കുറിച്ചാണ് ചോദ്യം വന്നിരിക്കുന്നത്. അതിന്റെ ഉദ്ദേശം എന്താണ്, അതിന്റെ പർപ്പസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. MCLR എന്ന് പറയുന്നത് മാർജിനൽ കോസ്റ്റ് ഓഫ് ഫണ്ട്സ്. മാർജിനൽ കോസ്റ്റ് ഓഫ് ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഫണ്ടിന്റെ ഒരു കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അതിന് കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ഓക്കെ, അപ്പൊ മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന് കൊടുക്കേണ്ട മിനിമം ഇൻട്രസ്റ്റ്. അപ്പൊ മാർജിനൽ കോസ്റ്റ് ഓഫ് ഫണ്ട്സ് ബേസ്ഡ് ലെൻഡിംഗ് റേറ്റ് എന്ന് പറഞ്ഞാൽ RBI അവരുടെ പോളിസി റേറ്റ്, അതായത് റിപ്പോ റേറ്റ്, അതിൽ മാറ്റം വരുത്തും. ആ മാറ്റം വരുത്തുന്ന ഒരു ഡിസൈഡ് ചേഞ്ച് ഉണ്ടല്ലോ, അവർ ഉദ്ദേശിക്കുന്ന ഒരു മാറ്റം, അത് കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ ഇൻട്രസ്റ്റ് റേറ്റുകളിൽ ത്രൂ കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ ഇൻട്രസ്റ്റ് റേറ്റുകൾ വഴിയായിട്ട് എക്കോണമിയിൽ ആ മാറ്റം യഥാർത്ഥത്തിൽ റിഫ്ലക്ട് ചെയ്യുന്നു എന്ന് ഉറപ്പാക്കുന്ന ഒരു സ്കീമാണ് എന്ത്, മാർജിനൽ കോസ്റ്റ് ഓഫ് ഫണ്ട്സ് ബേസ്ഡ് ലെൻഡിംഗ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പം RBI അവരുടെ റിപ്പോ റേറ്റ് കുറച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് ആർക്ക് കിട്ടണം, കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഇൻട്രസ്റ്റ് റേറ്റും കുറച്ചിട്ട് അത് ഈ ഏതിലേക്ക് എത്തണം, എക്കോണമിയിലേക്ക് ഈ RBI കുറച്ച് ഇൻട്രസ്റ്റ് റേറ്റിന്റെ ആ ഒരു എന്താ റിഫ്ലക്ഷൻ എക്കോണമിയിൽ ഉണ്ടാവണം. ഓക്കെ, അതായത് RBI ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചിട്ടും ഈ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ ഇൻട്രസ്റ്റ് റേറ്റ് സ്റ്റേബിൾ ആക്കി, അതായത് മാറ്റം വരുത്താതെ വെക്കാനായിട്ട് പാടില്ല. ഓക്കെ, RBI ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക്സ് അത് എക്കോണമിയിലേക്ക് എത്തണം. അതിനു വേണ്ടിയിട്ടാണ് MCLR എന്ന് പറയുന്നത് സ്കീം കൊണ്ടുവന്നിരിക്കുന്നത്. നേരത്തെ ഒരു ബേസ് റേറ്റ് എന്നൊക്കെ പറഞ്ഞ പരിപാടിയായിരുന്നു. അപ്പൊ അത് വരുമ്പോൾ എന്താണ്, അത്ര ട്രാൻസ്പെറന്റ് ഇല്ല. അപ്പം എക്കോണമിയിലേക്ക് അത് എന്താണ് റിഫ്ലക്ട് ചെയ്യാനായിട്ട് താമസം എടുക്കും. അത് കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ ഒരു എന്താണ് ഡിസ്ക്രിപ്ഷൻ അതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം MCLR വഴിയാണെങ്കിൽ എന്താ, അത് കസ്റ്റമേഴ്സിന് അറിയാനായിട്ട് പറ്റും. ഇപ്പം RBI ഒരു ചേഞ്ച് വരുത്തിയിട്ടുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന് അത് അറിയാൻ പറ്റും. അപ്പൊ അത് ഉറപ്പായിട്ടും കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ അത് നിർബന്ധിതരാകും. എന്ത്, ആ ചേഞ്ച് അവരും വരുത്താനായിട്ട് നിർബന്ധിതരാകും. എക്കോണമിയിൽ അത് അതിന്റെ ഒരു ഡിസൈഡ് ചേഞ്ച് റിഫ്ലക്ട് ചെയ്യും. ഓക്കെ, അതിനെ കുറിച്ചാണ് ചോദ്യം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ദീസ് ഗൈഡ് ലൈൻസ് ഹെൽപ്പ് ഇംപ്രൂവ് ദ ട്രാൻസ്പെറൻസി. ഓക്കെ, ട്രാൻസ്പെറൻസി എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ട്രാൻസ്പെറൻസി, ഇംപ്രൂവ് ദ ട്രാൻസ്പെറൻസി ഇൻ ദ മെത്തഡോളജി ഫോളോഡ് ബൈ ബാങ്ക്സ് ഫോർ ഡിറ്റർമിനിങ് ദ ഇൻട്രസ്റ്റ് റേറ്റ്സ് ഓഫ് ഓൺ അഡ്വാൻസ്. അതായത് ബാങ്കുകൾ നടത്തുന്ന ഇൻട്രസ്റ്റ് റേറ്റ്, ബാങ്കുകൾ ഫോളോ ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഒരു ട്രാൻസ്പെറൻസി വരുത്തുക. ഓക്കെ, അതിനുള്ള ഗൈഡ് ലൈൻസ്, അതിന് ഈ ഗൈഡ് ലൈൻസ് ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അത് ശരിയല്ലേ? ഈ RBI നടത്തുന്ന എന്താ ചേഞ്ച് കറക്റ്റ് ആയിട്ട് എവിടെ റിഫ്ലക്ട് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്, കൊമേഴ്ഷ്യൽ ബാങ്കുകൾ വഴി എക്കോണമി റിഫ്ലക്ട് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതിന് ഈ ഗൈഡ് ലൈൻസ് ഹെൽപ്പ് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത് ശരിയാണ്. ഓപ്ഷൻ 2, സ്റ്റേറ്റ്മെന്റ് 2, these guidelines help ensure availability of bank credit at interest rates which are fair to borrowers as well as banks. ഓക്കെ, ഇത് ശരിയല്ലേ? കാരണം എന്താ, ബാങ്കുകൾക്കും ബോറോവേഴ്സിനും ഫെയർ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റിൽ ക്രെഡിറ്റ് അവൈലബിൾ ആക്കുക എന്നുള്ളത് ഈ ഗൈഡ് ലൈൻസ് വഴി സാധ്യമാണ്. ഓക്കെ, അത് ട്രാൻസ്പെറന്റ് ആയിരുന്നല്ലേ ഇത് പറ്റത്തുള്ളൂ. ഓക്കെ, ഇപ്പം RBI കൊണ്ടുവരുന്ന ആ ചേഞ്ച് എന്ന് പറയുന്നത് ബാങ്കുകൾക്കും ബോറോവേഴ്സിനും ഫെയർ ആയിട്ടുള്ള ഒരു ചേഞ്ച് ആയിരിക്കും. ഓക്കെ, അത് ട്രാൻസ്പെറന്റ് ആയതുകൊണ്ട് ഈ ചേഞ്ച് ഈ ഇൻട്രസ്റ്റ് റേറ്റ് എല്ലാവർക്കും എൻഷുർ ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, അങ്ങനെ പറയുന്നതുകൊണ്ട് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഏത് ഓപ്ഷൻ നോക്കാം, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പോൾ ബോത്ത് 1 and 2, ഓപ്ഷൻ സി ആണ് ആൻസർ. 16th ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the establishment of payment banks is being allowed in India to promote financial inclusion. അതായത് പേയ്മെന്റ് ബാങ്കുകൾ കൊണ്ടുവന്നിരിക്കുന്നത് ഫിനാൻഷ്യൽ ഇൻക്ലൂഷന് വേണ്ടിയിട്ടാണെന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ് ഇൻ ദിസ് കോണ്ടെക്സ്റ്റ്? ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്താണ്, പേയ്മെന്റ് ബാങ്കുകൾ കൊണ്ടുവന്നിരിക്കുന്നത് ഫിനാൻഷ്യൽ ഇൻക്ലൂഷന് വേണ്ടിയിട്ടാണ്. അതായത് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുമ്പോൾ ബാങ്കിങ് ഓപ്പറേഷൻസ് കടന്നു ചെല്ലാത്ത ഏരിയാസ്, അതായത് റൂറൽ ഏരിയാസിലൊക്കെ ഉള്ള ആളുകൾക്ക് കൂടി ബാങ്കിങ് ഓപ്പറേഷൻസ് ആക്സസിബിൾ ആകാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന സംവിധാനമാണ് പേയ്മെന്റ് ബാങ്ക്സ്. അപ്പം ചില കമ്പനികളെയൊക്കെ ഗവൺമെന്റ് ഈ ബാങ്കിങ് ഓപ്പറേഷൻസ് ഡെലിഗേറ്റ് ചെയ്യും. ഓക്കെ, അപ്പം അവർക്ക് ഈ ബേസിക് ആയിട്ടുള്ള ബാങ്കിങ് ഓപ്പറേഷൻസ് നടത്താനായിട്ട് പറ്റും. ഓക്കെ, പക്ഷെ അതിന് ചില ലിമിറ്റേഷൻസ് വെച്ചിട്ടുണ്ട്. അവരെയും റെഗുലേറ്റ് ചെയ്യുന്നത് RBI തന്നെയായിരിക്കും. പക്ഷെ ചില ലിമിറ്റേഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അത് ശരിക്കും പ്യൂർ ബാങ്ക്സ് ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഓപ്പറേഷൻസ് ലിമിറ്റ് ചെയ്ത് നിർത്തും RBI. ഉദാഹരണത്തിന് ഇപ്പോൾ അവർക്ക് 2 ലക്ഷത്തിൽ കൂടുതലൊന്നും ഡിപ്പോസിറ്റ് സ്വീകരിക്കാൻ പറ്റത്തില്ല. ഡിപ്പോസിറ്റ് സ്വീകരിക്കുന്നത് തന്നെ ഒരിക്കലും ടൈം ഡെപ്പോസിറ്റ് സ്വീകരിക്കാനായിട്ട് പറ്റത്തില്ല.
ഓക്കെ, ടൈം ഡെപ്പോസിറ്റ് ഇപ്പം നമ്മുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒക്കെ അതൊക്കെ ടൈം ഡെപ്പോസിറ്റ്, ഒരു പർട്ടിക്കുലർ ടൈം വരെ നമുക്കത് എന്താണ് അത് ബാങ്കിനെ ഏൽപ്പിച്ചേക്കുന്നതാണ്. ഓക്കെ, അതിനാണ് നമ്മൾ ടൈം ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ റിക്കറിംഗ് ഡെപ്പോസിറ്റ്, അതൊക്കെ ടൈം ഡെപ്പോസിറ്റ് പെടുന്നതാണ്. ഓക്കെ, അങ്ങനെയുള്ള ടൈം ഡെപ്പോസിറ്റുകൾ എഫ് ഡി ഉൾപ്പെടെ ഉള്ള ടൈം ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കാനായിട്ട് പറ്റത്തില്ല. പിന്നെ എന്താ പറ്റത്തുള്ളൂ? സേവിങ്സ് അക്കൗണ്ട് മാത്രമേ തുടങ്ങാൻ പറ്റത്തുള്ളൂ. അതും 2 lakhs താഴെയുള്ള അക്കൗണ്ടുകൾ മാത്രമേ തുടങ്ങാനായിട്ട് പറ്റത്തുള്ളൂ. ഇതിന് എന്താണ് ഒരു നോമിനൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ പേ ചെയ്യും. പക്ഷെ 2 lakhൽ കൂടുതലുള്ള എന്താണ് ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കാനായിട്ട് അവർക്ക് അനുവാദമില്ല. ഓക്കെ, ഇനി അതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. ഇനി അതിനെക്കുറിച്ച് എന്താണ് ചോദ്യം വന്നിരിക്കുന്നത്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, മൊബൈൽ ടെലിഫോൺ കമ്പനീസ് ആൻഡ് സൂപ്പർ മാർക്കറ്റ് ചെയിൻസ് ദാറ്റ് ആർ ഓൺഡ് ആൻഡ് കൺട്രോൾഡ് ബൈ റെസിഡൻസ് ആർ എലിജിബിൾ ടു ബി പ്രൊമോട്ടേഴ്സ് ഓഫ് പേയ്മെന്റ് ബാങ്ക്സ്. അതായത് മൊബൈൽ കമ്പനികളും സൂപ്പർ മാർക്കറ്റ് ചെയിനുകൾക്കും എന്ത് ഈ പേയ്മെന്റ് ബാങ്കുകളെ പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള എലിജിബിലിറ്റി ഉണ്ടെന്നാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അത് ശരിയാണ്. ഉദാഹരണം, മൊബൈൽ ടെലിഫോൺ കമ്പനി എയർടെലിന്റെ പേയ്മെന്റ് ബാങ്ക് ഉണ്ടല്ലോ, എയർടെലിന്റെ പേയ്മെന്റ് ബാങ്ക് ഉണ്ട്. ഓക്കെ, അത് ശരിയാണ്. പിന്നെ സൂപ്പർ മാർക്കറ്റ് ചെയിൻ, ജിയോയുടെ സൂപ്പർ മാർക്കറ്റ് ചെയിൻ ഉണ്ട്, അവർക്ക് പേയ്മെന്റ് ബാങ്കുകളുണ്ട്. ഓക്കെ, അവര് പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? റെസിഡൻസ് ആയിരിക്കണം, അതായത് ഇന്ത്യൻ ഓൺഡ് കമ്പനീസ് ആയിരിക്കണം. ഇന്ത്യൻ കമ്പനികൾക്ക് മാത്രമേ ഇതിനുള്ള എലിജിബിലിറ്റീസ് ഉള്ളൂ. ഓക്കെ, അതായത് മൊബൈൽ ടെലിഫോൺ കമ്പനികൾ, സൂപ്പർ മാർക്കറ്റ് ചെയിനുകൾ, അങ്ങനെയുള്ള കമ്പനികൾ ഇന്ത്യൻ കമ്പനികളാണെങ്കിൽ അവർക്ക് എന്തിനുള്ള എലിജിബിലിറ്റി ഉണ്ട്? ഈ പേയ്മെന്റ് ബാങ്കുകൾ തുടങ്ങാനായിട്ടുള്ള എലിജിബിലിറ്റി ഉണ്ട്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അപ്പം ശരിയാണ്. രണ്ടാമത്തേത്, പേയ്മെന്റ് ബാങ്ക്സ് ക്യാൻ ഇഷ്യൂ ബോത്ത് ക്രെഡിറ്റ് കാർഡ്സ് ആൻഡ് ഡെബിറ്റ് കാർഡ്സ്. അത് ശരിയാണോ? അത് ശരിയല്ല. ഓക്കെ, അവർക്ക് ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും കൂടെ കൊടുക്കാനായിട്ടുള്ള ഒരു അധികാരമില്ല. കാരണം എന്താ? അവർക്ക് ലോൺ കൊടുക്കാനായിട്ട് ഈ പേയ്മെന്റ് ബാങ്കുകൾക്ക് ലോൺ കൊടുക്കാനായിട്ട് അവരുടെ അധികാര പരിധിയിൽ പെടുന്നല്ല ലോൺ കൊടുക്കുക എന്ന് പറഞ്ഞാൽ. അവർക്ക് ഡിപ്പോസിറ്റ് സ്വീകരിക്കുക, അത് തിരിച്ചു കൊടുക്കുക, അത് മാത്രമേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും കൂടെ അവർക്ക് ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. ലോൺ കൊടുക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും കൂടെ അവർക്ക് ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി ഇത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, പേയ്മെന്റ് ബാങ്ക്സ് കനോട്ട് അണ്ടർടേക്ക് ലെൻഡിങ് ആക്ടിവിറ്റീസ്. അത് ഞാനിപ്പോൾ പറഞ്ഞു. ഓക്കെ, പേയ്മെന്റ് ബാങ്ക്സിന് ലെൻഡിങ് ആക്ടിവിറ്റീസ് അണ്ടർടേക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ആ ഓപ്ഷൻ ശരിയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും കൂടെ അതിന്റെ രണ്ടും കൂടെ ഓപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അവർക്ക് ഡെപ്പോസിറ്റിന്റെ പണം തിരിച്ചു കൊടുക്കാനായിട്ടുള്ള കാർഡ് മാത്രമേ ആവശ്യമുള്ളൂ. ഓക്കെ, ഡെബിറ്റ് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പം ഏത് ഓപ്ഷനാണ് ശരി? ഒന്നാമത്തേതും മൂന്നാമത്തേതുമാണ് ശരി വരുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ടൈം കോർ ബാങ്കിങ് സൊല്യൂഷൻസ് ഇസ് സംടൈംസ് സീൻ ഇൻ ദ ന്യൂസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ദിസ് ടൈം? അതായത് കോർ ബാങ്കിങ് സൊല്യൂഷൻസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇറ്റ്സ് എ നെറ്റ്വർക്ക് ഓഫ് ബാങ്ക്സ് ബ്രാഞ്ചസ് which enables customers to operate their accounts from any branch of the bank on its network regardless of where they open their accounts. അതായത് ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്, നമ്മളൊരു ബ്രാഞ്ചിൽ അക്കൗണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ആ ബാങ്കിന്റെ ഏത് ബ്രാഞ്ചിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് ആ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ശരിയാണ്. അത് തന്നെയാണ് കോർ ബാങ്കിങ് സൊല്യൂഷൻസിന്റെ ഡെഫിനേഷൻ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പോ ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റും കൂടെ എന്താ നോക്കിട്ട് പോവാം. രണ്ടാമത്തേത്, ഇറ്റ്സ് ആൻ എഫേർട്ട് ടു ഇൻക്രീസ് RBI's കൺട്രോൾ ഓവർ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ത്രൂ കമ്പ്യൂട്ടറൈസേഷൻ എന്ന് പറഞ്ഞ ടൈം ശരിയാണ്. ഓക്കെ, കാരണം എന്താ? ഞാൻ പറഞ്ഞു, നമ്മളൊരു പർട്ടിക്കുലർ ബ്രാഞ്ചിൽ നമ്മുടെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ബാങ്കിന്റെ ഏത് ബ്രാഞ്ച് വഴിയും നമുക്ക് ഈ ബാങ്കിങ് ഓപ്പറേഷൻസ് നമുക്ക് നടത്താനായിട്ട് സാധിക്കും. അതിനാണ് നമ്മൾ കോർ ബാങ്കിങ് സൊല്യൂഷൻസ് വഴിയാണ് ഇത് സാധ്യമാകുന്നത്. ഓക്കെ, അത് സാധ്യമാകുന്നത് എന്തുകൊണ്ടാണ്? അത് കമ്പ്യൂട്ടറൈസ്ഡ് ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഡിജിറ്റലൈസ്ഡ് ആയതുകൊണ്ടാണ്. ഓക്കെ, ഇപ്പം കൊച്ചിയിലുള്ള ബ്രാഞ്ചിൽ വഴി ഒരാൾ പണം നിക്ഷേപിക്കുകയോ അല്ലെങ്കിൽ വിത്ഡ്രോ ചെയ്യുകയോ ചെയ്തിട്ട് അത് സൈമിൾട്ടേനിയസ്ലി അദ്ദേഹത്തിന് തിരുവനന്തപുരത്തുള്ള മറ്റൊരു ബ്രാഞ്ചിൽ നിന്ന് അത് ആക്സസ് ചെയ്യണമെങ്കിൽ അത് സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് കമ്പ്യൂട്ടറൈസ്ഡ് ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ പേപ്പർ വർക്കാണെങ്കിൽ എന്ത് ചെയ്യും? ഈ രണ്ട് സ്ഥലങ്ങൾ തമ്മിൽ പേപ്പർ മൂവ് ചെയ്യാനുള്ള അത്രയും സമയം എടുക്കും. അത് നടക്കത്തില്ല, പ്രാക്ടിക്കലി നടക്കത്തില്ല. ഇത് എന്തുകൊണ്ടാണ് പിന്നെ ഇത് സൈമിൾട്ടേനിയസ്ലി ഇത്
സെറ്റിൽ ചെയ്ത് പോകുന്നത് എന്തുകൊണ്ടാണ്? അത് കമ്പ്യൂട്ടറൈസ്ഡ് ആയതുകൊണ്ട് അല്ലെങ്കിൽ ഡിജിറ്റലൈസ്ഡ് ആയതുകൊണ്ടാണ്. ഡിജിറ്റലൈസ്ഡ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് എന്ന് പറയുന്നത് ഇത് ശരിയാണ്. പക്ഷെ അതിന്റെ ബാക്കിയോട് വായിച്ചു നോക്കി. ഇറ്റ്സ് ആൻ എഫേർട്ട് ടു ഇൻക്രീസ് RBI's കൺട്രോൾ ഓവർ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. ഇങ്ങനെ കമ്പ്യൂട്ടറൈസ് ചെയ്തതുകൊണ്ട് അല്ലെങ്കിൽ ഡിജിറ്റലൈസ് ചെയ്തതുകൊണ്ട് RBIക്ക് ഈ കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ മേൽ ഏതെങ്കിലും പർട്ടിക്കുലർ കൺട്രോൾ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ടോ? സാധിക്കുന്നില്ല. അത് ആ ബാങ്കുകളുടെ ബ്രാഞ്ചുകൾ തമ്മിലുള്ള കോർഡിനേഷനെ വർദ്ധിപ്പിക്കുന്നു എന്നതിന്റെ അപ്പുറത്തേക്ക് RBIയുടെ ഒരു കൺട്രോൾ അതിൻ്റെ അതിലേക്ക് കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്നില്ല. ഓക്കെ, അങ്ങനെ പറയുന്നുണ്ട്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി മൂന്നാമത്തേത്, ഇറ്റ്സ് എ ഡീറ്റെയിൽഡ് പ്രൊസീജിയർ ബൈ വിച്ച് എ ബാങ്ക് വിത്ത് ഹ്യൂജ് നോൺ പെർഫോമിംഗ് അസറ്റ്സ് ഇസ് ടേക്കൺ ഓവർ ബൈ അനദർ ബാങ്ക്. ഓക്കെ, അത് NPA കൂടുതലുള്ള ബാങ്കുകൾ മറ്റു ബാങ്കുകൾ ഏറ്റെടുക്കുന്നതാണ് ഈ കോർ ബാങ്കിങ് സൊല്യൂഷൻ എന്ന് പറയുന്നതാണ് ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റാണ്. നമ്മൾ പറഞ്ഞു ഈ ബ്രാഞ്ചുകളുടെ ഒരു കോർഡിനേഷൻ, ഏത് നമ്മളൊരു പർട്ടിക്കുലർ ബ്രാഞ്ച് ഓപ്പൺ ചെയ്ത അക്കൗണ്ട് ഏത് ബ്രാഞ്ച് വഴിയും നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സംവിധാനമാണ് കോർ ബാങ്കിങ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഈ ടേക്ക് ഓവറിനെ കുറിച്ചൊന്നും പറയുന്നില്ല, അതുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. അപ്പോൾ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, 1 only. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിത്ത് റെഫറൻസ് ടു ബിറ്റ് കോയിൻസ് ക്രിപ്റ്റോ കറൻസി, അതായത് ബിറ്റ് കോയിൻസിനെ കുറിച്ചാണ് ചോദ്യം. സംടൈംസ് സീൻ ഇൻ ദ ന്യൂസ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ്? ബിറ്റ് കോയിൻസിനെ കുറിച്ച് വന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ ഏതാണ് ശരി എന്നുള്ളതാണ്. ബിറ്റ് കോയിൻസ് ആർ ട്രാക്ഡ് ബൈ ദി സെൻട്രൽ ബാങ്ക്സ് ഓഫ് കൺട്രീസ്. ബിറ്റ് കോയിൻസ് എന്താണ്? സെൻട്രൽ ബാങ്കുകൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് സ്റ്റേറ്റ്മെന്റ്. ട്രാക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താ? അത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി വഴിയാണ്. ബ്ലോക്ക് ചെയിൻ ടെക്നോളജി വഴിയാണ്. ഓക്കെ, ബ്ലോക്ക് ചെയിൻ ആയതുകൊണ്ട് അതിൻ്റെ അത് ഈ സെൻട്രൽ ബാങ്കുകൾക്ക് കടന്നു ചെല്ലാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒഴിവാക്കി. രണ്ടാമത്തേത്, എനിവൺ വിത്ത് എ ബിറ്റ് കോയിൻ അഡ്രസ് ക്യാൻ സെൻഡ് ആൻഡ് റിസീവ് ബിറ്റ് കോയിൻസ് ഫ്രം എനിവൺ എൽസ് വിത്ത് എ ബിറ്റ് കോയിൻ അഡ്രസ്. അതായത് ഈ ബിറ്റ് കോയിൻ അഡ്രസ് ഉള്ള ഏതൊരാൾക്കും ആ അഡ്രസ് ഉള്ള മറ്റൊരാൾക്ക് ഈ ബിറ്റ് കോയിൻസ് അയക്കുകയോ റിസീവ് ചെയ്യുകയോ ചെയ്യാനാണ്. ചെയ്യാലോ. ഈ സെൻട്രൽ ബാങ്കുകൾക്ക് ഇത് കടന്നു ചെല്ലാൻ പറ്റാത്ത എന്തുകൊണ്ടാ? ഇത് ആൾക്കാരെ അറിയത്തില്ല. അവർക്കുള്ളത് എന്താണ്? ഈ ഒരു അഡ്രസ്സ് മാത്രമാണ് ഉള്ളത്. ഓക്കെ, അതുകൊണ്ടാണ് സെൻട്രൽ ബാങ്കുകൾക്ക് അതിൻ്റെ അതിലേക്ക് കടന്നു ചെല്ലാൻ പറ്റത്തില്ലാത്തത്. അപ്പം രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. മൂന്നാമത്, ഓൺലൈൻ പേയ്മെന്റ്സ് ക്യാൻ ബി സെൻഡ് വിത്തൗട്ട് ഐദർ സൈഡ് നോയിങ് ദ ഐഡന്റിറ്റി ഓഫ് ദ അതർ. ഓക്കെ, അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഐഡന്റിറ്റി അറിയാനായിട്ട് പറ്റത്തില്ല, അതുകൊണ്ടാണ് സെൻട്രൽ ബാങ്കുകൾക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ലാത്തത്. ഓക്കെ, നമുക്കുള്ളത് എന്താണ്? ഒരു അഡ്രസ് ആണ്, ബിറ്റ് കോയിൻ അഡ്രസ് മാത്രമേ ഉള്ളൂ. ആ അഡ്രസ് ഉള്ള ആളുകൾ തമ്മിൽ ഈ ട്രാൻസാക്ഷൻ, ബിറ്റ് കോയിന്റെ ട്രാൻസാക്ഷൻസ് നടത്താനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ആളുകളുടെ ഐഡന്റിറ്റി നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല, അതുകൊണ്ട് തന്നെ സെൻട്രൽ ബാങ്കിന് അതിൻ്റെ അകത്ത് ഇടപെടാനും പറ്റത്തില്ല. ഓക്കെ, അപ്പൊ ഈ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഐഡന്റിറ്റി അറിയത്തില്ല, കണ്ടുപിടിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്ന മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പം 2ഉം 3 ആണ് നമുക്ക് ശരിയായിട്ട് കിട്ടിയത്. അത് വരുന്നത് ഓക്കെ, ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം ആണ് ശരിയായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ്. ഓക്കെ, 20th one, the term base erosion and profit shifting is sometimes seen in the news in the context of, അതായത് ബേസ് ഇറോഷൻ ആൻഡ് പ്രോഫിറ്റ് ഷിഫ്റ്റിങ്ങിനെ കുറിച്ചാണ് ചോദ്യം വന്നിരിക്കുന്നത്. എന്താണ് ഈ ബേസ് ഇറോഷൻ ആൻഡ് പ്രോഫിറ്റ് ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത്? ബേസ് ഇറോഷൻ ആൻഡ് പ്രോഫിറ്റ് ഷിഫ്റ്റിംഗ്, ബേസ് ഇറോഷൻ ആൻഡ് പ്രോഫിറ്റ് ഷിഫ്റ്റിങ്ങിനെ കുറിച്ചാണ് ചോദ്യം. അതായത് ബേസ് ഇറോഷൻ ആൻഡ് പ്രോഫിറ്റ് ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ രാജ്യത്തെയും കോർപ്പറേറ്റ് ടാക്സുകൾ വ്യത്യസ്തമായിരിക്കും. ഓക്കെ, ഇന്ത്യയിലുള്ള ടാക്സ് ആയിരിക്കണമെന്നില്ല മറ്റൊരു രാജ്യത്ത്. ഓക്കെ, അപ്പം ചില രാജ്യങ്ങളിൽ അവരുടെ ടാക്സ് ഭയങ്കര ഹൈ ടാക്സ് ആയിരിക്കും. ഓക്കെ, ചില രാജ്യങ്ങളിൽ അവരുടെ ടാക്സ് കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഹൈ ടാക്സ് ഉള്ള രാജ്യങ്ങളിലായിരിക്കും ബിസിനസ്സുകൾക്ക് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് കുറച്ചുകൂടെ കണ്ടൂസീവ് ആയിട്ടുള്ള എൻവയോൺമെന്റ് ഉള്ളത്. ഓക്കെ, നല്ലൊരു ബിസിനസ് എൻവയോൺമെന്റ് ഉള്ളത് ചിലപ്പോൾ ഈ ഹൈ ടാക്സ് കൊടുക്കുന്ന കൺട്രീസിലായിരിക്കും. അപ്പൊ എന്ത് ചെയ്യും? ഈ കമ്പനീസ് വന്നിട്ട് ഈ ഹൈ ടാക്സ് ഉള്ള രാജ്യത്ത് ഓപ്പറേറ്റ് ചെയ്യും. ഓക്കെ, പക്ഷെ എന്ത് ചെയ്യും? ഇവിടെ ഉണ്ടാക്കുന്ന പ്രോഫിറ്റ്, ഇവിടെ ബിസിനസ് ചെയ്ത് ഇവരുണ്ടാക്കുന്ന പ്രോഫിറ്റുകൾക്ക് ഇവിടെ ടാക്സ് അടക്കേണ്ട വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇവിടെ ഹൈ ടാക്സ് ആണ്, ടാക്സ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? ഏതെങ്കിലും മാർഗത്തിൽ ഈ ലോ ടാക്സ് ഓഫർ ചെയ്യുന്ന കൺട്രിയിലേക്ക്, നമ്മൾ അതിനെ ടാക്സ് ഹെവൻസ് എന്നാണ് പറയുന്നത്. ഇപ്പം ഉദാഹരണത്തിന് സിംഗപ്പൂർ അല്ലെങ്കിൽ ലക്സംബർഗ് അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ എന്താണ് ടാക്സ് വളരെ കുറവാണ്. ഓക്കെ, അതിനെ ടാക്സ് ഹെവൻസ് നമ്മൾ ടെക്നിക്കലി വിളിക്കും. ഓക്കെ, ആ ടാക്സ് ഹെവൻസിലേക്ക് ഇവരുടെ ഈ പ്രോഫിറ്റ് ഇവര് ഷിഫ്റ്റ് ചെയ്യും. ഈ പ്രക്രിയക്കാണ് നമ്മൾ ഏതെങ്കിലും വിധത്തിൽ അവർ ആ പ്രോഫിറ്റ് ഷിഫ്റ്റ് ചെയ്യും. ആ പ്രക്രിയക്കാണ് നമ്മൾ
എന്ത് എന്ന് പറയുന്നത് ബേസ് ഇറോഷൻ എന്ന് പറയുന്നത്. അത് ഷിഫ്റ്റ് ചെയ്യാണ്ട് പല മാർഗങ്ങളുണ്ട്. ചിലപ്പം അതിനുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഹൈടാക്സ് എന്ന് പറയുന്ന ഹൈടാക്സ് ഉള്ള ഈ ഒറിജിനൽ കൺട്രിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനി ഈ ലോ ടാക്സിൽ അല്ലെങ്കിൽ ഈ ടാക്സ് ഹെവനിൽ പോയിട്ട് അവരുടെ തന്നെ ഒരു സബ്സിഡിയറി കമ്പനി അവർ രജിസ്റ്റർ ചെയ്യും. ഓക്കെ, അപ്പൊ അത് അതിന് പേപ്പറിൽ മാത്രമേ കമ്പനി കാണത്തുള്ളൂ. നമ്മൾ അതിന് ഷെൽ കമ്പനി എന്നൊക്കെ ടെക്നിക്കലി പറയും. ഓക്കെ, ആ ഷെൽ കമ്പനിയുടെ പേരിലായിരിക്കും പിന്നെ ഈ പ്രോഫിറ്റ് മുഴുവൻ ഷിഫ്റ്റ് ചെയ്യുന്നത്. അതിന് പല മാർഗങ്ങളുണ്ട്. ചിലപ്പം ഈ ഒറിജിനൽ കമ്പനി പറയും, അതായത് ഇപ്പം ഹൈ ടാക്സ് ഒറിജിനൽ കൺട്രിയിൽ, അതായത് കൂടുതൽ ടാക്സ് കൊടുക്കേണ്ട രാജ്യത്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഈ ഒറിജിനൽ കമ്പനി പറയും എന്താണ്, ഇവര് ഞങ്ങൾ വേറൊരു രാജ്യത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്ത ടെക്നോളജിയാണ് ഞങ്ങളിപ്പോൾ ഉപയോഗിക്കുന്നത്, അതിന്റെ പേറ്റന്റ് റൈറ്റ് ആയിട്ട് ഇത്ര തുക ഞങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഈ പ്രോഫിറ്റിന്റെ ഒരു വലിയ ശതമാനം എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, ഈ ടാക്സ് കുറഞ്ഞ ആ രാജ്യത്തേക്ക് അവർ ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും, ഇവിടെ ആയിരുന്നു ഈ പ്രോഫിറ്റ് മുഴുവൻ അക്കൗണ്ട് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണമായിരിക്കും, സപ്പോസ് ഇവിടെ ആണെങ്കിൽ ഒരു 30% ടാക്സ് ഉള്ള രാജ്യത്താണെങ്കിൽ അവർ ആ പ്രോഫിറ്റ് മുഴുവൻ ഇവിടെ റിവീൽ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ആ പ്രോഫിറ്റിന് അവർ 30% ടാക്സ് എവിടെ അടക്കണമെന്നതിന്, ഈ ഒറിജിനൽ കൺട്രിയിൽ അടക്കണമെന്നതിന് ഇവർ ആ പ്രോഫിറ്റ് ഇങ്ങനെ ഈ പേറ്റന്റ് റൈറ്റ് വഴി, പേറ്റന്റ് പേയ്മെന്റ് വഴി ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട്, അതായത് ലോ ടാക്സ് കൊടുക്കുന്ന ഒരു ടാക്സ് ഹെവനിലേക്ക് ഷിഫ്റ്റ് ചെയ്തത് കൊണ്ട് എന്ത് സംഭവിച്ചു, ഇവിടെ ചിലപ്പോൾ ഒരു 5% അത് മിനിമം ടാക്സ് റേറ്റ് ഒക്കെ കാണത്തുള്ളൂ. ഓക്കെ, അപ്പം ആ പ്രോഫിറ്റിന് മുഴുവൻ ഇവിടെയാണ് ഈ ഷെൽ കമ്പനിയുടെ പേരിലാണ് വന്നിരിക്കുന്നത്, ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞ മെത്തേഡ് മനസ്സിലായില്ലേ? ഇപ്പൊ അതായത് ഈ ഷെൽ കമ്പനിയാണ് ഒറിജിനലി ഈ ടെക്നോളജി എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ആ കമ്പനിയിൽ നിന്ന് ഞങ്ങൾ വാങ്ങിയതാണ്, അതായത് ഈ ഒറിജിനൽ കമ്പനി വാങ്ങിയതാണ് അവരുടെ ആ ടെക്നോളജി. ഓക്കെ, അപ്പൊ ആ ടെക്നോളജിയുടെ പേരിൽ അവർക്ക് കൊടുക്കേണ്ട പേറ്റന്റ് പേയ്മെന്റ് ആണ്, അല്ലെങ്കിൽ കോപ്പിറൈറ്റ് റോയൽറ്റി പേയ്മെന്റ് ഒക്കെയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ പ്രോഫിറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിന് വേറെ മെത്തേഡുകളുണ്ട്. റോ മെറ്റീരിയൽസ് ഇമ്പോർട്ട് ചെയ്യുന്ന വഴി എല്ലാം നമുക്ക് ഈ പ്രോഫിറ്റ് ഷിഫ്റ്റ് ചെയ്യാണ്ട് പറ്റും. ഓക്കെ, അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാണ്ട് നമുക്ക് ക്ലാസ്സിൽ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്, കൂടുതൽ കാര്യങ്ങൾ അറിയണം എന്നുള്ളൊരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നത് നന്നായിരിക്കും. ഇപ്പൊ ഇവിടെ നമുക്ക് മിനിമൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ മെൻഷൻ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. എനിവേ, ഇങ്ങനെയുള്ള പല മെത്തേഡ്സ് വഴി ഈ കമ്പനികൾ ടാക്സ് കൂടുതലുള്ള രാജ്യത്ത് നിന്ന് ടാക്സ് കുറവുള്ള രാജ്യത്തേക്ക്, ടാക്സ് ഹെവൻസിലേക്ക് ഇവരുടെ പ്രോഫിറ്റ് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, അതിനാണ് അപ്പൊ എന്ത് സംഭവിക്കും, ഇവിടെ ടാക്സ് അടക്കേണ്ട തുക കുറയും. ഇവിടെ ടാക്സ് അടക്കേണ്ട തുകയ്ക്ക് നമ്മൾ എന്ന് പറയും ടാക്സ് ബേസ് എന്ന് പറയും. ഓക്കെ, ആ ടാക്സ് അടക്കേണ്ട തുക കുറയുന്നതിന് അല്ലെങ്കിൽ ടാക്സ് ബേസ് കുറയുന്നതാണ് നമ്മൾ എന്ന് പറയുന്നത് ബേസ് ഇറോഷൻ ആൻഡ് പ്രോഫിറ്റ് ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെ കുറിച്ച് എന്താ ചോദിച്ചിരിക്കുന്നത്? ഒന്നാമത്തെ ഓപ്ഷൻ ഈ BEPS അല്ലെങ്കിൽ ബേസ് ഇറോഷൻ ആൻഡ് പ്രോഫിറ്റ് ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് മൈനിങ് ഓപ്പറേഷൻ ബൈ മൾട്ടിനാഷണൽ കമ്പനീസ് ഇൻ റിസോഴ്സ് റിച്ച് ബട്ട് ബാക്ക്വേർഡ് ഏരിയാസ്. അതായത് BEPS എന്ന് പറയുന്നത് മൈനിങ് ഓപ്പറേഷൻസ് എന്നാണ് ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത്. മൈനിങ് ആണോ? അല്ല. ഓപ്ഷൻ ബി, കർബിംഗ് ഓഫ് ദ ടാക്സ് ഇവേഷൻ ബൈ മൾട്ടിനാഷണൽ കമ്പനീസ്. ശരിയല്ലേ? ശരിയാണ്. ടാക്സ് ഇവേഷൻ, ഇവർ ഈ ഒറിജിനൽ കമ്പനിയിൽ ഈ പ്രോഫിറ്റ് റിവീൽ ചെയ്യായിരുന്നെങ്കിൽ എന്തായാലും അടക്കണം വന്നേനെ, 30% ടാക്സ് അടക്കണം വന്നേനെ. ഓക്കെ, ഇവർ ഈ ടാക്സ് ഹെവനിലേക്ക് ഇത് ഷിഫ്റ്റ് ചെയ്തതുകൊണ്ട് എന്ത് സംഭവിച്ചു, അവർക്ക് 5% അടക്കേണ്ട വന്നുള്ളൂ. അപ്പോൾ ഒറിജിനൽ കമ്പനിക്ക് എന്തുണ്ടായി, ഒരു ടാക്സിന്റെ നഷ്ടം ഉണ്ടായി. അതിനാണ് നമ്മൾ എന്ന് പറയുന്നത് ടാക്സ് ഇവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരി. ഇനി ഓപ്ഷൻ സി എന്തുകൊണ്ട് തെറ്റ്? എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ജനറ്റിക് റിസോഴ്സസ് ഓഫ് എ കൺട്രി ബൈ മൾട്ടിനാഷണൽ കമ്പനീസ്. ജനറ്റിക് റിസോഴ്സ് ചൂഷണം ചെയ്യുന്നതിനെ, എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് BEPS എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, ഇത് ജനറ്റിക് റിസോഴ്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്താണ് പേറ്റന്റ് പൈറസിയുടെ ഒക്കെ ഒരു ഡെഫിനേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇത് BEPSന്റെ ഒരു ഡെഫിനേഷൻ അല്ല, അത് ടാക്സ് ഇവേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ബേസ് ഇറോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മൂന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ്. ഇനി നാലാമത്തെ ഓപ്ഷൻ, ലാക്ക് ഓഫ് കൺസിഡറേഷൻ ഓഫ് എൻവയോൺമെന്റൽ കോസ്റ്റ് ഇൻ ദ പ്ലാനിങ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ഡെവലപ്മെന്റൽ പ്രോജക്ട്. അതായത് എൻവയോൺമെന്റൽ കോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ബേസ് ഇറോഷൻ എന്നാണ് നാലാമത്തെ ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത്. എൻവയോൺമെന്റൽ കോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണോ? അല്ല, എൻവയോൺമെന്റൽ കോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടല്ല. BEPS എന്ന് പറയുന്നത് ടാക്സ് ഇവേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഓക്കെ, അപ്പോൾ അത് പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ, അതായത് ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകണം. ഗ്ലോബൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട് ഇസ് പ്രിപ്പയർഡ് ബൈ. ഗ്ലോബൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട് അതാ സമയത്ത് ന്യൂസിലുണ്ടായിരുന്ന സംഭവമാണ്. ഗ്ലോബൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട് ആരാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നാണ് ചോദ്യം. ഓക്കെ, ഓപ്ഷൻ എ, യൂറോപ്യൻ സെൻട്രൽ ബാങ്ക്. യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് ആണോ? അല്ല. യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താ, അത് യൂറോപ്യൻ യൂണിയന്റെ, അതായത് ടിപ്പിക്കലി പറയുന്നത് യൂറോപ്യൻ യൂണിയന്റെ അല്ല, യൂറോ സോണിന്റെ, അതായത് യൂറോപ്യൻ
യൂണിയനിലുള്ള എല്ലാ രാജ്യങ്ങളുടെയും കറൻസി എന്ന് പറയുന്നത് യൂറോ അല്ലെന്ന് നമുക്കറിയാലോ. ഓക്കെ, അപ്പം യൂറോയെ ഒരു ലീഗൽ ടെൻഡർ മണിയായിട്ട് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന രാജ്യങ്ങൾക്ക് പറയുന്നതാണ് എന്ത് യൂറോസോൺ എന്ന് പറയുന്നത്. ആ യൂറോസോണിന് വേണ്ടിയിട്ട് ഒരു കോമൺ മോണിറ്ററി പോളിസി ഫോം ചെയ്യുന്നതാണ് ആര്? യൂറോപ്യൻ സെൻട്രൽ ബാങ്ക്. ഓക്കെ, അവരല്ല ഈ ഗ്ലോബൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, ഓപ്ഷൻ തെറ്റാണ്. ഇനി രണ്ടാമത്തേത് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, അത് ശരിയാണ്. ഓപ്ഷൻ ബി, IMF കാരാണ് എന്ത് ഗ്ലോബൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, IMF-നെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. ഓപ്ഷൻ സി ഉണ്ട് എന്തുകൊണ്ടാണ് തെറ്റ്? ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്, ഇവരുടെയാണോ IBRD-കാരുടെയാണോ ഈ റിപ്പോർട്ട്? അല്ല, IMF-കാരുടെയാണ് ഗ്ലോബൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത്. IBRD-കാരുടെ ഫേമസ് ആയിട്ടുള്ള റിപ്പോർട്ട് ഏതാ? വേൾഡ് ഡെവലപ്മെന്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞ വേൾഡ് ഡെവലപ്മെന്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് അവർക്ക് വേറൊരു റിപ്പോർട്ടാണ് ഫേമസ് ആയിട്ടുള്ളത്. ഇത് IBRD എന്ന് പറഞ്ഞാൽ എന്താണ്? വേൾഡ് ബാങ്ക് ഗ്രൂപ്പിലെ ഒരു മെമ്പർ ആണ്, അതറിയാലോ. ഓക്കെ, ഇനി നാലാമത്തെ ഓപ്ഷനെ കുറിച്ച് അത് പറഞ്ഞിരിക്കുന്നത് ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോർപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ്, അതായത് OECD കുറിച്ചാണ്. OECD ഇത് ഒരു ഡെവലപ്മെന്റ് നേഷൻസിന്റെ ഒരു ഗ്രൂപ്പിംഗ് ആണ്. ഇവരാണ് ഈ മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത BPS ഇല്ലേ, ബേസ് ഇറോഷൻ ആൻഡ് പ്രോഫിറ്റ് ഷിഫ്റ്റിംഗ് ഒക്കെ, അതിനെയൊക്കെ എന്താണ് ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇവരാണ്. കാരണം എന്താ, ഇത് അവരുടെ കൺസേൺ ആണ്. ഈ രാജ്യങ്ങൾ എന്താണ് ഡെവലപ്ഡ് നേഷൻസ് ആണ്, അവിടെ വലിയ ബിസിനസ് ഓപ്പറേഷൻസ് നടക്കുന്നുണ്ട്. പക്ഷെ അവിടെ എന്താ പ്രശ്നം? അത് അവിടെ ഹൈ ടാക്സ് ആയിരിക്കും. ഓക്കെ, ഈ ഡെവലപ്ഡ് ആയിട്ടുള്ള നേഷൻസിൽ എല്ലാം നിങ്ങൾ പരിശോധിച്ചാൽ അവിടെ എല്ലാം ഹൈ ടാക്സ് ആണ്. ഓക്കെ, അപ്പം അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനീസ് ഈ സിംഗപ്പൂർ പോലെയുള്ള ടാക്സ് ഹെവൻസിലേക്ക് വലിയ രീതിയിൽ പ്രോഫിറ്റ് ഷിഫ്റ്റിംഗ് നടത്തുന്നുണ്ട്. അപ്പൊ അതിനെ ടാക്കിൾ എന്ന് പറയുന്നത് ഈ OECD-കാരുടെ ഒരു പ്രധാന കൺസേൺ ആണ്. ഓക്കെ, അപ്പൊ അവരാണ് ഈ BPS അല്ലെങ്കിൽ ബേസ് ഇറോഷൻ ആൻഡ് പ്രോഫിറ്റ് ഷിഫ്റ്റിങ്ങിനെ കുറിച്ചൊക്കെ കൂടുതൽ കൺസേൺ ആയിട്ടുള്ള ആളുകൾ. ഓക്കെ, അത് മുമ്പത്തെ ക്വസ്റ്റൻ ആയിട്ട് കണക്ട് ചെയ്ത് ഞാൻ പറഞ്ഞതാണ്. പിന്നെ ഇവരുടേതല്ല ഈ ഗ്ലോബൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട്. ഓക്കെ, ഇവരുടെ റിപ്പോർട്ട് പിസ എന്നൊക്കെ പറഞ്ഞൊരു ഫേമസ് റിപ്പോർട്ട് ഒക്കെ ഉണ്ട്. ഓക്കെ, അതൊന്നും ഓർത്തിനും കുഴപ്പമില്ല. ഈ ഗ്ലോബൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് IMF-ന്റെ ആണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് 2016-ലെ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പറ്റുന്ന അത്രയും കാര്യങ്ങൾ നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇത് കൂടുതൽ നമുക്ക് പറയാനായിട്ടുണ്ടോ? പല കാര്യങ്ങളും ചില കാര്യങ്ങൾക്ക് നമുക്ക് ടച്ച് ചെയ്ത് പോകാനേ പറ്റുന്നുള്ളൂ. അപ്പം ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് അറിയാനായിട്ട് നമ്പറിൽ വിളിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വർഷത്തെ ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത വീഡിയോ കാണാം. ബൈ.